നമസ്കാരം. വരാഹി ഗണത്തിൽ കൂടി പെടുന്ന ചില നക്ഷത്രക്കാരുണ്ട്. ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും ചില അസാധാരണമായ കാര്യങ്ങൾ ആ വീടുകളിൽ സംഭവിക്കും. തീർച്ചയായും ആ വീടുകളിലേക്ക് ഈ പറയുന്ന കാര്യങ്ങൾ വന്നു ചേരും. അവരുടെ സ്വഭാവത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്ന് ഭവിക്കുക തന്നെ ചെയ്യും. എന്താണ് ഇവരുടെ പ്രത്യേകത? ഇതേക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ വരാഹി ഗണത്തിൽ വരുന്ന നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. അശ്വതി, ഭരണി, അനിഴം, ചോതി, മകം, വിശാഖം, ചിത്തിര, രേവതി എന്നീ നക്ഷത്രക്കാരാണ് വരാഹി ഗണത്തിൽ കൂടി വരുന്ന നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ചില അത്ഭുതകരമായ കാര്യങ്ങൾ മനസ്സിലാക്കാം. വെള്ളിയാഴ്ച നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏത് കാര്യവും പെട്ടെന്ന് ഉടനെ തന്നെ നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവർ. പെട്ടെന്ന് തന്നെ നടന്നില്ല എങ്കിൽ അല്ലെങ്കിൽ കാലതാമസം നേരിട്ടാൽ അത് ഇവർക്ക് സഹിക്കുവാൻ സാധിക്കുന്നതായ കാര്യമല്ല. അതിനാൽ തന്നെ ക്ഷമയില്ലാത്തവർ എന്ന് തന്നെ പറയാം. പറയുന്നത് പൊതുഫലപ്രകാരമാണ്. നിങ്ങളുടെ ജാതകപ്രകാരം വ്യത്യാസങ്ങൾ വന്നു ചേരാം. എന്നിരുന്നാലും 90% വ്യക്തികൾക്കും ഈ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഫലവത്താകും എന്നതാണ് വാസ്തവം. ക്ഷമാശീലം പൊതുവെ ഇവർക്ക് കുറവാണ്. എന്നാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ അല്പം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. ക്ഷമ അനിവാര്യമാകുന്നു. കാരണം എടുത്തുചാടി തീരുമാനങ്ങൾ എടുത്താൽ അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുവാൻ വേണ്ടി, ആ ആഗ്രഹം നടത്തുവാൻ വേണ്ടി എത്ര വലിയ കഷ്ടതകളും ഇവർ അനുഭവിക്കും. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുവാൻ മടിയില്ലാത്തവരാണ്. പക്ഷേ അപ്പോൾ പല കാര്യങ്ങളും ഇവർക്ക് നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാകുന്നു. അതിനാൽ ഇത്തരത്തിൽ എത്രയും വേഗം കാര്യങ്ങൾ നടക്കുവാൻ, അതിനുവേണ്ടി കഠിനാധ്വാനം, എന്ത് കഷ്ടതകളും അനുഭവിക്കുവാൻ തയ്യാറാകുന്നവരാണ് ഈ നക്ഷത്രക്കാർ എന്ന് നിസ്സംശയം പറയാം. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് കാര്യവും ഇവർ നൽകുവാൻ എപ്പോഴും തയ്യാറാണ്. പലപ്പോഴും ഇത് ഇവർക്ക് തന്നെ തിരിച്ചടിയാകും. ഉപകാരം ചെയ്യും, തിരിച്ചു ലഭിക്കുന്നത് തിരിച്ചടിയാണ്. പക്ഷേ ഇവർ അവരോടൊപ്പം ആത്മാർത്ഥതയോടെയാണ് നിൽക്കുക. ഏത് കാര്യമാണ് എങ്കിൽ പോലും തങ്ങളെ കൊണ്ട് സാധിക്കുന്നതായ കാര്യവും ഇവർക്ക് ചെയ്തു കൊടുക്കും എന്നതാണ് വാസ്തവം. ആ കാര്യം നിങ്ങൾ നല്ല മനസ്സിന് ഉടമകളായതിനാലാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇവർ സ്നേഹിച്ചാൽ എന്തും നൽകുന്നവരാകുന്നു. പലപ്പോഴും സ്നേഹിക്കുന്നവർ പറയുന്നത് തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞാലും പലപ്പോഴും അത് മറുത്തു പറയാതെ കണ്ണടച്ച് നിൽക്കുന്ന സ്വഭാവം ഇവരുടെ പ്രത്യേകതയാണ്. അവരുടെ മനസ്സ് വിഷമിപ്പിക്കേണ്ട, അവരെ സംരക്ഷിക്കണം, അത്തരത്തിലുള്ള ചിന്തകളായിരിക്കും ഇവരുടെ മനസ്സിലേക്ക് വരിക. അതിനാൽ പലപ്പോഴും തെറ്റ് പറയുകയാണ് എങ്കിലും ഇവർ കണ്ടില്ല എന്ന് പലപ്പോഴും നടിക്കുന്നവരാകുന്നു. സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ. സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ. ചെറുപ്പത്തിലെ സ്വന്തം കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നവരാണ് ഇവർ. പലപ്പോഴും മറ്റുള്ളവരുടെ സഹായം ആവശ്യമില്ല, അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കേണ്ടതില്ല എന്ന് പലപ്പോഴും ചിന്തിക്കുകയും സ്വയം പല കാര്യങ്ങളും ചെയ്യുവാൻ ശ്രമിക്കുന്നവരുമാണ് ഇവർ. ചെറുപ്പത്തിൽ തന്നെ സ്വന്തം കാലിൽ നിൽക്കുവാൻ ശ്രമങ്ങൾ നടത്തുകയും അത് പലപ്പോഴും വിജയിക്കുകയും ചെയ്യുന്നവരാണ് പൊതുവെ ഈ ഗണത്തിൽ വരുന്ന നക്ഷത്രക്കാർ. കുടുംബ സ്നേഹികളാണ് ഇവർ. കുടുംബത്തിനു വേണ്ടി അനേകം യാതനകൾ, ത്യാഗങ്ങൾ അനുഭവിക്കുന്നവരും ചെയ്യുന്നവരുമാണ് ഇവർ. എന്നാൽ തിരിച്ച് ഇവർക്ക് ഒന്നും ലഭിക്കണം എന്നില്ല. അത് സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നാണ് എങ്കിൽ പോലും, അതല്ല ബന്ധുക്കളുടെ ഭാഗത്തു നിന്നാണ് എങ്കിൽ പോലും പലപ്പോഴും തിരിച്ചടികൾ അല്ലെങ്കിൽ മനസ്സിനെ വിഷമിപ്പിക്കുന്നതായ പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അതൊരു പക്ഷേ ഇവർക്ക് താങ്ങുവാൻ സാധിക്കുന്നതിലും അപ്പുറമാണ് പലപ്പോഴും. അതിനാൽ ഇവർ പലപ്പോഴും നിരാശരായി മാറും. പലപ്പോഴും അവഗണന നേരിടേണ്ടതായി വരും എന്ന കാര്യം നിസ്സംശയം പറയാം. ഇവർക്ക് അർഹതപ്പെട്ടതായ കാര്യങ്ങളിൽ പോലും അവഗണന നേരിട്ടു എന്ന് വരാം. എന്നിരുന്നാലും ഇവർ ജീവിക്കുന്നത് തന്റെ കുടുംബത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാകുന്നു. കുടുംബത്തിന് വേണ്ടി എന്ത് കാര്യവും ഇവർ ചെയ്യും. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കാൻ ഏത് അറ്റം വരെയും ഇവർ പോകും എന്ന് തന്നെ പറയാം.
ഇനി ഞാൻ പറയുന്ന നക്ഷത്രക്കാർ ഒന്ന് ശ്രദ്ധിക്കുക. അശ്വതി, ഭരണി, ചോതി, അനിഴം. ഈ നക്ഷത്രക്കാർക്ക് പലപ്പോഴും ഇവരുടെ എടുത്തുചാട്ടം ഒരു പ്രശ്നമായി മാറുന്നതാണ്. മറ്റ് നക്ഷത്രക്കാരെ അപേക്ഷിച്ച് അല്പം കൂടുതലാണ് എന്ന് പറയാം. അതിനാൽ തന്നെ ജീവിതത്തിൽ പലപ്പോഴും പല ചതിയിലും ചെന്ന് അകപ്പെടുവാൻ സാധ്യത കൂടുതലാണ്. ധനനഷ്ടം സംഭവിക്കാം. അറിയാത്ത ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് മാനഹാനി സംഭവിക്കാം. ഈ സാധ്യതകൾ തള്ളിക്കളയുവാൻ സാധിക്കുന്നതല്ല. അതിനാൽ എടുത്തുചാട്ടം പൂർണ്ണമായും ഒഴിവാക്കി മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ നക്ഷത്രക്കാർ ഒന്നല്ല ഒന്നിലധികം തവണ ചിന്തിച്ചതിന് ശേഷം മാത്രമേ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ പാടൂ എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഒരു തവണ അബദ്ധം പിണഞ്ഞാൽ പോലും പിന്നീടും അത്തരത്തിലുള്ള അബദ്ധങ്ങൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള അബദ്ധങ്ങൾ ഇവർക്ക് പിണയുവാൻ സാധ്യത കൂടുതലാകുന്നു. അതിനാൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തണം. കൂടാതെ ചിത്തിര, ചോതി, അനിഴം ഈ നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് വിവാഹ ജീവിതത്തിൽ ഒന്നെങ്കിൽ ഭർത്താവിനാലോ അല്ലെങ്കിൽ ഭർത്താവിന്റെ കുടുംബം, ബന്ധുക്കൾ എന്നിവരുമായി ബന്ധപ്പെട്ട് ഇവർക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരാം. ഭർത്താവിനാൽ പലപ്പോഴും തീരാക്കണ്ണീർ ഇവർക്ക് ഉണ്ടാകുന്നതാണ്. അത്തരത്തിൽ ചില പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഇതിവരുടെ ജീവിതത്തിൽ വളരെയധികം വിഷമതകൾ നൽകും എന്നതാണ് വാസ്തവം. അതിനാൽ ദാമ്പത്യ ജീവിതം ഏവർക്കും എന്നല്ല പറയുന്നത്. ഈ നക്ഷത്രക്കാരായ ചില വ്യക്തികൾക്ക് അത്ര ശുഭകരമാകണം എന്നില്ല. ചില തർക്കങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. തിങ്കളാഴ്ച നടത്തുന്ന ശിവപൂജയിൽ ഇവർ ഭാഗമാകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കൂ. ഏതൊരു കാര്യത്തിലും മുന്നിൽ ഉണ്ടാകുന്നവരാണ് പൊതുവെ ഈ ഗണത്തിൽ വരുന്ന നക്ഷത്രക്കാർ. ഇത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. മുന്നിൽ നിന്ന് നയിക്കുവാൻ പലപ്പോഴും ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. ഏത് കാര്യത്തിലും ഒളിച്ചോടുന്നവരല്ല. നിങ്ങൾ തീർച്ചയായും ആ കാര്യത്തിന്റെ മുന്നിൽ ഉണ്ടാകുന്നവരാകുന്നു. ഏത് കാര്യത്തിലും ആദ്യം അഭിപ്രായം ഇവർക്ക് ഉണ്ടാകുന്നതുമാണ്. പലപ്പോഴും അഭിപ്രായങ്ങൾ പലരും മുഖവിലക്കെടുക്കണം എന്നില്ല. പക്ഷേ അഭിപ്രായങ്ങൾ ഉള്ളവരാണ്. പക്ഷെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ശരിയായ മൂല്യം അർഹിക്കുന്നു എന്നതാണ് വാസ്തവം. അവഗണനയാൽ പലപ്പോഴും ആ അഭിപ്രായങ്ങൾ പലരും ചെവികൊള്ളണം എന്നില്ല. പക്ഷേ കാര്യങ്ങൾക്ക് വ്യത്യാസങ്ങൾ വന്നു ചേരും. സ്നേഹിക്കുന്നവർ പറയുന്ന കള്ളങ്ങൾ ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അവർ പറയുന്നത് കള്ളമാണ് എന്ന് ഇവർ പലപ്പോഴും തിരിച്ചറിയുന്നവരാകുന്നു. ഇവരുടെ നല്ല വശത്ത് വന്നാൽ എന്തും നേടിയെടുക്കുവാൻ സാധിക്കും. എന്നാൽ മറിച്ചാണ് എങ്കിൽ സർവ്വതും നഷ്ടമാകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ പലപ്പോഴായി അനുഭവിച്ചിട്ടുള്ളവരാണ് ഇവർ. ഒന്ന് കഴിയുമ്പോൾ ഒന്ന്, അത്തരത്തിൽ ഒരു വിഷമം ജീവിതത്തിലേക്ക് എപ്പോഴും കടന്നു വരും. അവയെല്ലാം ഈശ്വരാനുഗ്രഹത്താൽ പെട്ടെന്ന് ഇവർക്ക് മറികടക്കുവാൻ സാധിക്കും. ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച്, വരാഹിദേവിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ഭാഗ്യം തുണച്ചില്ല എങ്കിലും ഇവരുടെ കഠിനാധ്വാനത്തിന് ഫലം പിന്നീടായാലും ലഭിക്കും. ഇപ്പോൾ ലഭിച്ചില്ല എങ്കിലും വിഷമിക്കേണ്ടതില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും. നല്ല മനസ്സിന് ഉടമകളാണ് നിങ്ങൾ. ഇത് മറ്റുള്ളവരും മനസ്സിലാക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. അതിനാലാണ് നിങ്ങളുടെ ജീവിതത്തിൽ പല ശുഭകരമായ കാര്യങ്ങളും സംഭവിക്കുന്നത് എന്ന കാര്യവും ഓർക്കുക. സമ്പത്ത്, അംഗീകാരം, സമൂഹത്തിൽ ഉന്നതിയിലെത്തുക എല്ലാം തന്നെ നിങ്ങൾക്ക് യോഗമുള്ളവരാകുന്നു. മറ്റുള്ളവരുടെ സഹായം നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ആവശ്യമായിട്ടുണ്ട് എങ്കിലും അതെല്ലാം തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. എന്നാൽ പലപ്പോഴും പല സഹായങ്ങളും ഇവരിലേക്ക് എത്തിച്ചേരുന്നു എന്നതും വാസ്തവം തന്നെയാണ്. സ്ത്രീകൾ ലക്ഷ്മി ദേവിയെ പോലെ കുടുംബം നിലനിർത്തുന്നവരാകുന്നു. ഈ നക്ഷത്രത്തിലുള്ള സ്ത്രീകളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് അത്. പുരുഷന്മാർ ഉത്തമ പുരുഷന്മാരായി മാറുന്നവരാകുന്നു. കുടുംബത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കും. ഇതിനാൽ ദൃഷ്ടിദോഷം ഈ നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് ബാധിക്കുന്നതാകുന്നു. പരിഹാരങ്ങൾ എല്ലാ ആഴ്ചയും ചെയ്യുന്നതാണ് ഉത്തമം. ഇതേക്കുറിച്ച് വിശദമായ വീഡിയോകൾ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്.
ഇവർ പരിശ്രമിക്കുകയാണ് എങ്കിൽ ഇവർക്ക് നേടാൻ സാധിക്കാത്തതായി ഒന്നുമില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. വരാഹി ദേവിയുടെ കടാക്ഷം നിങ്ങളിലുണ്ട്. അമ്മയെ എല്ലാ ദിവസവും നിങ്ങൾ ആരാധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഉയർച്ച മാത്രമേ വന്നു ചേരൂ.